സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ച എല്ലാ പാർട്ടി ജനറൽ സെക്രട്ടറിമാർക്കും ഇക്കുറി സീറ്റ് ലഭിക്കുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള. കൂടുതൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിച്ചിട്ടുണ്ടെന്നും ശ്രീധരൻപിള്ള ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച എല്ലാ ആളുകളും ഈ രംഗത്തുണ്ടാവും. വ്യക്തിപരമായി ഒരിക്കലും സ്ഥാനമാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. എൻ്റെ ബയോഡേറ്റയും എൻ്റെ സമ്മതവും എഴുതി വാങ്ങിയ ശേഷമാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാൻ ഭാഗ്യദോഷിയായിരിക്കാം, പക്ഷെ അന്നവിടെ ഞാൻ മത്സരിച്ചില്ലെങ്കിൽ എൻ്റെ പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണത്തെപ്പറ്റി കേരളത്തിൽ BJPയുടെ ഭാവിയെ തന്നെ ദോഷമായിട്ട് ബാധിക്കും. അങ്ങനെയല്ലല്ലോ, ഞാൻ ആ സമയത്ത് അത് സ്വീകരിച്ചില്ല. വടകരയിൽ കോലീബി സഖ്യം എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമാക്കും. സ്ഥാനാർത്ഥി നിർണയം വൈകിയത് തർക്കം മൂലമെന്ന പ്രചരണം ശരിയല്ല. തുഷാർ അടക്കം പരാജയപ്പെടുമെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനും ശ്രീധരൻപിള്ളയ്ക്ക് മറുപടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാനുള്ള വ്യക്തിപരമായ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. ഉഷായോട് സംസാരിച്ചിട്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി നിൽക്കാം എന്ന് പ്രഖ്യാപിച്ചു. അതിനെ തുടർന്നാണ് വാസ്തവത്തിൽ BJPയിലെ തൃശ്ശൂരിലെ ചില മാറ്റങ്ങളൊക്കെ വന്നത്. അദ്ദേഹത്തിന് ഒരു വലിയ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാൻ അദ്ദേഹത്തെ എന്തിൻ്റെ പേരിലായാലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയിലേക്ക് പുതിയതായി എത്തുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ മടി കാണിക്കുന്ന പാർട്ടിയല്ല BJP. സ്വന്തം സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. CN പ്രകാശ്, ന്യൂസ് 18, കോട്ടയം.